ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടേനോ? പ്രവാസിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിന് 14 ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. ഇദ്ദേഹത്തിന് 14 ലക്ഷം കൊടുത്താൽ പോരട്ടോ, 14 കോടി കൊടുത്താലും അദ്ദേഹത്തിനുള്ള നഷ്ടപരിഹാരമാവില്ല. എന്നാലും ഈ ഒരു വിധി ഉണ്ടല്ലോ, അത് ചില നിയമപാലകർക്ക് ഒരു പാടാണ് കേട്ടോ. ചില നിയമപാലകരുണ്ട്, കട്ടോനെ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയോനെ പിടിച്ച് കള്ളനാക്കുന്ന പരിപാടി. അങ്ങനെ ചെയ്യുന്ന പലർക്കും ഇതൊരു താക്കീതാണ്. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ക്രൂര പീഡനങ്ങൾക്ക് വിധേയമായിട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയുന്നതുവരെ നിയമ പോരാട്ടങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇത്തരം നിയമപാലകരെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ് ഈ വിധിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹത്തിന്റെ കഥ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ടിവിയിൽ ഒരു 8 കൊല്ലം മുന്നേ കണ്ണൂർ തലശ്ശേരി കതിരൂർ സ്വദേശിയായിട്ടുള്ള താജുദ്ദീന് തന്റെ മകളുടെ വിവാഹത്തിനായിട്ട് 15 ദിവസത്തെ ലീവ് എടുത്തിട്ട് ഖത്തറിന് നാട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് കണ്ണൂർ ചക്കാലക്കൽ പ്രദേശത്ത് ഒരു മോഷണം നടക്കുകയാണ്. നിയമപാലകർ മോഷണം നടന്ന പ്രദേശത്തെ CCTV പരിശോധിച്ചപ്പോ കണ്ണൂർ തലശ്ശേരി കതിരൂർ സ്വദേശിയായിട്ടുള്ള താജുദ്ദീനോട് സാമ്യമുള്ള ആളാണ് മോഷണക്കേസിലെ പ്രതി എന്ന് മനസ്സിലാക്കിയിട്ട് താജുദ്ദീനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ്. താജുദ്ദീന് കൈകൂപ്പിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമപാലകരോട്, ഒരിക്കലും ഞാനിത് ചെയ്യൂല, ഞാൻ ഖത്തറിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പോരാത്തതിന് നിങ്ങൾ പറയുന്ന ഈ മോഷണം നടന്ന ദിവസം എന്റെ മകളുടെ കല്യാണത്തിന്റെ തലേ ദിവസമാണ്. ഏതെങ്കിലും ഒരു പിതാവ് ഏതെങ്കിലും ഒരു മകളുടെ കല്യാണത്തിന്റെ തല നീ പ്രവർത്തി ചെയ്യോ? നിങ്ങൾക്ക് ആലോചിച്ചാ പോരെ. ഞാനല്ല ഇത് ചെയ്തതെന്ന് പല പ്രാവശ്യം കൈകൂപ്പിയിട്ട് നിയമപാലകരോട് പറഞ്ഞിട്ടും ഒരു നിയമപാലകന്റെ പിടിവാശി മൂലം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തകിടം മറിയാണ് കേട്ടോ. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിച്ചു വരുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇവര്. ഇദ്ദേഹം ഇപ്പോ നിത്യരോഗിയും 2-3 പ്രാവശ്യം സ്ട്രോക്കൊക്കെ വന്നിട്ട് അദ്ദേഹം ആകെ ജീവിതം തകിടം മറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് അവർ ചെയ്ത ക്രൂരതയ്ക്ക് ഈ നഷ്ടപരിഹാരമൊന്നും ഒന്നുമല്ല. പിന്നീട് ഈ കേസ് മേലുദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയിട്ട് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ടായിട്ടോ. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള വത്സരാജാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നിയമപാലകന്റെ പിടിവാശി മൂലം 54 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം വളരെ പരിതാപകരമായി. നിരപരാധിയായ ഒരു മനുഷ്യന് ആത്മാഭിമാനത്തിന് കളങ്കം വെച്ചിട്ട് എങ്ങനെ ജീവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 8 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം കോടതി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് വിധി പ്രഖ്യാപിച്ചപ്പോ ആ വിധി കേട്ടിട്ട് അദ്ദേഹം പറയുന്നതെന്ന് കേട്ടോക്കി, ചങ്ക് പടഞ്ഞു. ലഭിച്ചതിന്റെ സന്തോഷമല്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്താ ഞാന് 2018 അനുഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് 2019 തന്നെ റിലീസാക്കിയിരുന്നു. ഞാൻ നിരപരാധിയാണ്, അതൊന്നും തെളിഞ്ഞു. അതൊന്നും കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്നും കൂടി ഒന്ന് തെളിയിച്ചു തന്നു ഞാനല്ല എന്നുള്ളത്. ഒരുപാട് ആൾക്കാരുടെ മുമ്പിലും ഇങ്ങനെ എത്രയെത്ര നിരപരാധികളായ മനുഷ്യർ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടാവില്ലേ? ഓരോ നിയമപാലകരുടെ പിടിവാശി മൂലം എത്ര ജീവിതങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടാവും. എത്ര നിരപരാധികളെ ക്രൂരമായിട്ട് മർദ്ദനങ്ങൾ ഏറ്റിട്ട് മരണപ്പെട്ടിട്ടുണ്ടാവും. എത്ര കുടുംബങ്ങൾ വഴിയാധാരായിട്ടുണ്ടാവും. എന്തൊരവസ്ഥ അല്ലേ?